മെസ്സി വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മെസ്സിയും അർജന്റീന ടീമും എത്തിയില്ലെങ്കിൽ അതിന് പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. മെസ്സിയുടെ വരവിനെ പരസ്യമായി എതിർക്കാൻ പറ്റിയില്ലെങ്കിലും മെസ്സി വരരുതെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് എന്നതും നാം കാണാതെ പോകരുത്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഉണ്ട് എന്നതും നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ ചാനലുകൾ തമ്മിലുള്ള പോര് കടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ മെസ്സിയും സംഘവും വന്നാൽ അത് ആ പരിപാടിയുടെ പ്രധാന സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന് വലിയ നേട്ടമായി മാറുക എന്നുള്ളൊരു ഭയം മറ്റ് ചാനലുകൾക്കെല്ലാം ഉണ്ട്. മെസ്സിയെ മുൻനിർത്തിയിട്ട് റിപ്പോർട്ടർ ചാനൽ എന്തൊക്കെ എക്സ്ക്ലൂസീവ് പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നത് ആലോചിച്ച് തന്നെ എല്ലാ ചാനൽ മേലാളന്മാരുടെയും ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ ലോഗോയുടെ പശ്ചാത്തലത്തിൽ മെസ്സിയെ പകർത്താൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവായി കിട്ടണമെന്നും ഇവരെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണ് ചാനൽ റേറ്റിംഗിൽ ഒന്നാമതെങ്കിലും മെസ്സി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നില തന്നെ മാറിയിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് കുത്തനെ ഉയരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മെസ്സി വരും എന്നുള്ള വാർത്തയേക്കാൾ വലിയ വാർത്തയായിട്ട് മെസ്സി വരില്ലെന്ന വാർത്ത ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇനി രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ടീം കേരളത്തിൽ വന്നാൽ അതിൻ്റെ നേട്ടം കൊണ്ടുപോകാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇടതുപക്ഷമാണ്. മറ്റൊരു സർക്കാരുകൾക്കും സാധിക്കാത്തത് പിണറായി സർക്കാരിന് കീഴിൽ നടന്നാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളെയും കാര്യമായി സ്വാധീനിക്കുമെന്നുള്ള ആ ഒരു സംഭവം എന്തായാലും ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ മനസ്സിൽ വിചാരിച്ചാൽ പോലും കേരളത്തിൽ മെസ്സി എത്തില്ല എന്നുള്ളത് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്.